അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം നസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത് ഹദീസായിട്ട് അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലു, വല്ലദീ നഫ്സി ബിയദിഹി ലൗ ഖുതില റജുലുൻ ഫീ സബീലില്ലാഹ്. അള്ളാഹുടെ നാം സത്യത്തെ നാം ചെന്നിട്ടുള്ള ഒരു ആൾ അള്ളാഹുടെ മാർഗത്തിൽ യുദ്ധം കഴിഞ്ഞിട്ട് അയാൾ കൊല്ലപ്പെടുത്തു. സുമ്മ ആശ, പിന്നെയും അയാൾക്ക് അള്ളാഹു ദുനിയാവുൽ ബറവു അവകാശം കൊടുത്ത. സുമ്മ കുത്തില, പിന്നെയും അയാൾ അള്ളാഹുടെ ദീൻ ബനായിട്ട് പോരാടിത്തു. എന്നിട്ട് അയാൾ കൊല്ലപ്പെട്ടു. സുമ്മ ആശ, പിന്നെയും അയാൾ ദുനിയാവ് വന്ന് പിന്നെ ഒരു അവകാശം അള്ളാഹു കൊടുത്ത. സുമ്മ കുത്തില, അങ്ങനെ പിന്നെയും അയാൾ അള്ളാഹുടെ ദീനിന് വേണ്ടിയിട്ട് യുദ്ധം കഴിഞ്ഞിട്ട് അയാൾ ഷഹീദായിട്ട്. അങ്ങനെ 3 പാട്ട ഷഹീദായിട്ട് വലിയൊരു ഭാഗ്യവന്തായിരിക്കും. അള്ളാഹുടെ ദീനിന് യുദ്ധം ചെയ്തതിന് ചെറിയ വിഷയമല്ലല്ലേ. എന്നിട്ട് അതിൽ കൊല്ലപ്പെട്ട എന്നിട്ട് രക്തസാക്ഷി അവിടെ ആണെങ്കിൽ വലിയൊരു കൂലിയായിട്ട്. ഇങ്ങനെ 3 പാട്ട അള്ളാഹുടെ ദീനുകായിട്ട് പോരാടിയിട്ട് രക്തസാക്ഷിയാവും ഭാഗ്യം കിട്ടിയ ആൾ എത്ര പേരെ സ്ഥാനമായിട്ടിരിക്കും. പക്ഷേ വാലൈഹി ദൈനും, പക്ഷേ അയാൾ കട ഉണ്ട്. കുറേ കടാക്കിയിട്ട് കട എടുത്ത് വെച്ചിരും. അഞ്ഞ കട നാളെ കളി തന്നെ ഉണ്ടാക്കിയിട്ട് കട എടുത്ത് വെച്ചിരും. എങ്കിൽ മാ ദഖലൽ ജന്നത്ത, അയാൾ ഒരിക്കലും സ്വർഗത്ത് കടക്കല്ല. ഹത്താ യഖ്ലാ ദൈനുഹു, അല്ലെങ്കിൽ ഹത്താ യഖ്ലിയ ദൈനഹു, അയാളുടെ ദൈൻ്റെ കടത്തെ അയാൾ വീഴാണ്ട്, അല്ലെങ്കിൽ അയാളെ തൊട്ട് കട വീഴപ്പെടാണ്ട് എന്താവല്ലേ, ഒരിക്കലും അയാൾ സ്വർഗത്ത് കടക്കല്ലാണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിപാടി തന്നെ. അപ്പോൾ എത്ര ഒരു ഗൗരവമുള്ള വിഷയം നോക്കൂ. അള്ളാഹുടെ ദീനുകായിട്ട് പോരാടിയിട്ട് ഷഹീദ് അവിടെ ചെന്നെങ്കിൽ, രക്തസാക്ഷി അവിടെ ചെന്നെങ്കിൽ വലിയൊരു കൂലിൻ്റെ കാര്യമായിട്ട് കിടും. എവിടത്തോളം ചെന്നെങ്കിൽ അയാൾ ഷഹീദായെങ്കിൽ, അയാളെ ഖബറിലു അയാൾ പോയെങ്കിൽ അയാളെ റൂഹു സ്വർഗത്തിലിങ്ങനെ പക്ഷി പോലെ പാറിയണ്ടിക്കിടുണ്ടല്ലോ നമുക്ക് ഹദീസിൽ കാണും. അപ്പോൾ അത്രത്തോളം ഒരു വലിയൊരു സ്ഥാനത്ത് എത്തിയൊരു വ്യക്തിയായിട്ടിക്കിടും. എങ്കിൽ ഇയാൾ 3 പാട്ട ഷഹീദായി, ഓർക്കല്ല 3 പാട്ട ഷഹീദായിട്ട് അങ്ങനിപ്പോൾ അവകാശം കിട്ടില്ല. അല്ലെങ്കിൽ ഒരു സങ്കല്പത്തിൽ ചെല്ലുക, അങ്ങനെ 3 പാട്ട അയാൾക്ക് ഷഹീദാവുള്ള ഭാഗ്യം കിട്ടും. പക്ഷേ ആ ഒരു ഷഹീദായത് കൊണ്ട് 3 പാട്ട ഷഹീദായത് കൊണ്ട് സ്വർഗത്തിൽ എത്രമാ വലിയ സ്ഥാനം അയാൾ കിട്ടുന്നത്. പക്ഷേ ഇയാൾക്ക് സ്വർഗത്ത് കടക്കുക പോലും ചാൻസ് ഇല്ല. കാരണം എന്തേ, വലൈഹി ദൈനുൻ, അയാൾ അയാൾ കടമുണ്ട്. കട എടുത്തിട്ട് കൊടുത്തിട്ടില്ല അയാൾ. അതുകൊണ്ട് ആ കട അയാൾക്ക് അത്ര എഫക്റ്റ് ആക്കി ചെന്നെങ്കിൽ സ്വർഗത്ത് കടക്കുക പോലും അയാൾക്ക് അവകാശം കൊടുക്കപ്പെടില്ല. അപ്പോൾ എത്ര ഒരു വലിയൊരു ഗൗരവമുള്ളൊരു കാര്യമായിട്ട് കട ചെല്ലത്. ചില ആൾമാർക്ക് അതൊരു വിഷയമേ അല്ല. കട എടുക്കുമ്പോഴേ വീടുകളിലെ ഉദ്ദേശമേ ഇല്ല, തിരിച്ച് കൊടുക്കട ചെല്ലെ ഉദ്ദേശം ഇല്ലാണ്ടമേ എടുക്കട്. എങ്ങനെയെങ്കിലും ദുനിയാവൊന്ന് ജയിച്ച് കിട്ടണമെന്ന് ചെല്ലെ ഉദ്ദേശത്തിലായിട്ട് കിടും. വാസ്തവത്തിൽ അത് എവിടെയെങ്കിലും പോകണ്ടില്ല. ഒരു റുപ്യനങ്ങ അല്ലെങ്കിൽ ഒരു 10 രൂപ ആരട്ടെങ്കിലും കട എടുത്തിട്ടായെങ്കിൽ അത് നനപ്പ് വെച്ചിട്ട് കൊടുത്തു വിടണം. അല്ലെങ്കിൽ അത് നാളെ പാമ്പായിട്ട് വരും. അത് നാളെ നമുക്ക് വലിയൊരു എഫക്റ്റ് ആവും. നാളെ സ്വർഗത്ത് അത് കൊടുക്കവും കടക്കവും അത് വിടില്ല. നോക്കൂ, ഇന്നൊരു ഹദീസ് കാണും. ബഹുമാനപ്പെട്ട ഇമാം തബ്റാനി റിപ്പോർട്ട് ചെയ്തു. എന്താ മനിസ്തദാന ദൈനൻ, ഒരാൾ കട എടുത്തിട്ട് ഓഹോ അൻവി അല്ല യുദ്യഹു, അയാളെ വീടുള്ള ഉദ്ദേശമില്ല. കട എടുത്തിട്ട് വീടുടെ ഉദ്ദേശമില്ല. ഇങ്ങനെ കട ആക്കിയിട്ട് എങ്ങനെയെങ്കിലും നാനും എൻ്റെ പെഞ്ഞയുമൊക്കെ ഇങ്ങനെ ദുനിയാവിൽ ജയിച്ചൽ പോയാലേ ഉദ്ദേശമായിട്ട്. അങ്ങനെ കട എടുത്തിട്ട് കൊടുക്കുന്ന ഉദ്ദേശമില്ലാണ്ട് അയാൾ മരിച്ചു പോയിട്ടുണ്ടായെങ്കിൽ നാളെ ആഖിറത്തിൽ അള്ളാഹു ചെല്ല ലനന്തു അന്നി ലാ ആഖുദുലി അബ്ദിൻ ബിഹഖിഹി, നീ എന്താ വിചാരിച്ചേ, നീ കട എടുത്തിട്ട് എൻ്റെ അടിമയിൽ നീ കട എടുത്തിട്ട് തിരിച്ചിട്ട് അവനിൽ നിന്നിട്ട് ഹക്കടെ നിന്നിൽ നിന്നിട്ട് ഉസ്ലാക്കില്ല നീ വിചാരിച്ചേട്ട്. അല്ലെങ്കിൽ അള്ളാഹു അവൻ്റെ അടിമയുടെ വലിയ സ്നേഹിക്കുന്ന ആളായിട്ട് കിടക്കും. അപ്പോൾ ഒരടിമയ്ക്കും അന്യായമാകും അള്ളാഹു പോടില്ല.
അപ്പോൾ ഒരാൾ വിശ്വസിച്ചിട്ടല്ലേ കട കൊടുക്കടേ. ആരോ കട കേൾക്കുമ്പോൾ ഞാൻ കട കൊടുക്കുമ്പോൾ വിശ്വസിച്ചിട്ടല്ലേ കൊടുക്കടേ തന്നാണ്ട് അവൻ തറൂ ചൊല്ല വിശ്വാസമല്ലേ. പക്ഷേ അത്ര ഒരു വലിയ സഹായമാക്കിയ ഒരു മനുഷ്യಗೂ പിന്നെ മോശമാക്കടോ ചെന്നെങ്കിൽ വഞ്ചനാക്കടോ ചെന്നെങ്കിൽ കട കൊടുക്കടോ ഉദ്ദേശമില്ല ചെന്നെങ്കിൽ ചില ആൾമാരിക്കാർ അങ്ങ് കട കൊടുക്കൂ ആയിട്ടില്ല. അങ്ങനത്തെ ചില ആൾമാരിക്കാർ അങ്ങ് കൊടുക്കൂ ഉദ്ദേശമുണ്ട് പക്ഷേ ആയിട്ടില്ല. അതിന് കൊടുക്കാണ്ടിരിക്കില്ല ചിലർ നീയത്തുണ്ട് അങ്ങനെയുള്ള ചിലർ ഇത് ഇറക്കുമ്പമേ കൊടുക്കില്ല ചിലർ നീയത്തായിരിക്കും. അങ്ങനത്തെ ചില മനുഷ്യന്മാരുള്ള അങ്ങക്ക് ആയിരിക്കും അള്ളാഹു ചെല്ല് നീ എന്തിനാ വിചാരിച്ചേ കട നിൻ്റെ അടിമയിൽ നിന്ന് നീ കട എടുത്തിട്ട് അവന് പിന്നെ തിരിച്ചു കൊടുക്കൂ ഞാൻ നിന്നിൽ നിന്നിട്ട് അവൻ്റെ കട ഉസിലാക്കില്ല നീ വിചാരിച്ചേ. അതൊരിക്കലും സാധ്യമല്ല. അള്ളാഹു ആരെയും അന്യായമാക്കും ഉദ്ദേശിക്കില്ല. ആർക്കും അന്യായമാവും അള്ളാഹു ഉദ്ദേശിക്കില്ല. അതുകൊണ്ടും അള്ളാഹു ചെല്ല ഫയൂഖദ് മിൻ ഹസനാത്തിഹി അള്ളാഹുടെ ഓർഡർ പണ്ട് അവൻ്റെ പിന്നെ അവൻ്റെ ഹസനാത്തുകളെല്ലാം എടുക്കൂ. അവൻ ചെയ്തതായ നല്ല കാര്യങ്ങൾ കുറേ ഉണ്ടല്ലോ, നിസ്കാരിക്കൂ, ഖുർആൻ ഓതിയതിക്കൂ, ഹജ്ജ് ചെയ്യുന്നതിക്കൂ, അതെല്ലാം മോണിട്ട് എടുക്കപ്പെട്ടത്. എന്നിട്ട് ഫയുജഅലു ഫി ഹസനാത്തിൽ ആഖരി എന്നിട്ട് അതിലെ ആ കട കൊടുത്ത ആളുടെ ഹസനാത്തിലേക്ക് എഴുതപ്പെട്ടു. ഫഇല്ലം തകുൻ ലഹു ഹസനാത്തുൻ എങ്കിൽ ഈ മനുഷ്യരുടെ എന്താ ഹസനാത്ത് ഇല്ലണ്ടായെങ്കിൽ ഉഖിദ മിൻ സയ്യിആത്തിൽ ആഖരി ഫയുജഅലു അലൈഹി അവളിൽ നിന്നിട്ടുള്ള ബടക്ക് തറ എല്ലാം എടുത്തിട്ട് ആരായി ഈ കട കൊടുത്താൽ നിന്ന് കുറേ ദോഷമെല്ലാം ആയിട്ടുണ്ടാവും ദുനിയാവും. എന്നിട്ട് ആ ദോഷത്തെ എടുത്തിട്ട് ഓൻ്റെ തലയ്ക്ക് കെട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു നഷ്ടമായിട്ടേക്കട്. കട കൊടുത്ത ആൾക്ക് വലിയൊരു ലാഭമായി പോയിട്ട് പക്ഷെ കട എടുത്ത ആൾക്ക് വലിയ നഷ്ടമായി പോയിട്ട്. എങ്ങനെയെങ്കിലും ആഖിറത്തിൽ ഒരു ഹസനാത്ത് കിട്ടിയിട്ടെങ്കിലും സ്വർഗത്ത് പോകും മനുഷ്യന്മാർ കാത്തുനിൽക്കുക. അങ്ങനത്തെ സന്ദർഭത്തിൽ ഉള്ള നിസ്കാരവും ഉള്ള ഖുർആനോത്തും ഉള്ള സുന്നത്ത് നിസ്കാരമെല്ലാം വലിച്ചെടുത്തിട്ട് ഓണിൻ്റെ വലിച്ചെടുത്തിട്ട് ഓണം കൊടുക്കടോ ചെന്നെങ്കിൽ എന്ന് മാത്രമല്ല പാടെ ഉള്ള ദോഷമേ ആരായിട്ട് പാടെ കട കൊടുത്താളെ ദോഷെടുത്ത് ഞങ്ങൾ തലക്കെട്ടിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമല്ലേ. അതുകൊണ്ട് ദുനിയാവ് എങ്ങനെ തീർന്നു പോകണ്ടു. കട എടുത്തങ്ങനത്തെ തിരിച്ചിട്ട് മാന്യമായിട്ട് തിരിച്ച് കൊടുക്കണം എന്നല്ലേ. അത് എന്ത് വില കൊടുത്തെങ്കിലും ഞങ്ങൾ എന്താക്കണം കട എടുത്തങ്ങാലിട്ട് തിരിച്ച് കട കൊടുക്കവും മാക്സിമം ആയിട്ട് ഞങ്ങൾ പ്രയത്നമാക്കണം. അല്ലെങ്കിൽ നാല് ആഖിറത്തിൽ അത് വലിയ ഞങ്ങൾക്ക് എഫക്റ്റ് ആക്കിയിട്ട് നാല് ആഖിറത്തിൽ വലിയ എഫക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കരുത്. അള്ളാഹു നാളെ കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്മാരെ ഹക്കെടുത്തിട്ട് അള്ളാഹു നാളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ കാര്യത്തും അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. കടബീടുള്ളതായ എല്ലാ കവാടങ്ങളും അള്ളാഹു തുറന്നു തരട്ടെ. ആമീൻ. റഹ്മത്തുക യാ അർഹമർ റഹീമീൻ. വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്.